നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, മൂവാറ്റുപുഴ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. എറണാകുളം ജില്ലയുടെ ഹൃദയത്തോട് ചേർന്ന് വ്യവസായവും കൃഷിയും കൈകോർത്ത് വളർച്ചയുടെ പടവുകൾ അതിവേഗം കയറുന്ന ഒരു നാട്, അതാണ് കുന്നത്തുനാട്. കൊച്ചി നഗരത്തിന്റെ ഊർജം ഉൾക്കൊണ്ടും വാഴക്കുളത്തിന്റെ പൈനാപ്പിൾ മധുരവും കിഴക്കമ്പലത്തിന്റെ വ്യവസായ മുന്നേറ്റവും പേറി ഈ മണ്ഡലം മുന്നേറുകയാണ്. പുതിയ വ്യവസായങ്ങൾ, പാർപ്പിട സമുച്ചയങ്ങൾ, വികസനത്തിന്റെ മാറ്റൊലികൾ ഇവിടെ എങ്ങും കേൾക്കാം. നാടിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായത് എന്താണ്? മികച്ച അടിസ്ഥാന സൗകര്യങ്ങളല്ലേ? നല്ല റോഡുകൾ, മുടങ്ങാത്ത വൈദ്യുതി, ആധുനിക വിദ്യാഭ്യാസ ആരോഗ്യ സൗകര്യങ്ങൾ, വ്യവസായങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം, ഇവയെല്ലാമാണ് ഒരു നാടിന്റെ കുതിപ്പിന് അടിത്തറയിടുന്നത്. ഇവിടെയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി കുന്നത്തുനാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നത്. എങ്ങനെയാണ് കിഫ്ബി ഈ നാടിന്റെ മുന്നേറ്റത്തിന് കരുത്തേകുന്നത്? നമുക്ക് വിശദമായി നോക്കാം. കിഫ്ബി എന്ന പേര് ഇന്ന് നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനത്ത് വലിയ മുതൽ മുടക്ക് ആവശ്യമുള്ള വികസന പദ്ധതികൾക്ക്, അതായത് നൂറുകണക്കിന് കോടികൾ ചെലവ് വരുന്ന റോഡുകൾ, പാലങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, സ്കൂളുകൾ, വ്യവസായ പാർക്കുകൾ പോലുള്ളവയ്ക്ക് സാധാരണ ബജറ്റിന്റെ പരിമിതികൾക്കുള്ളിൽ നിൽക്കാതെ പുറത്തുനിന്ന് പണം കണ്ടെത്തി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് കിഫ്ബി. വിവിധ സർക്കാർ ഏജൻസികളുമായി അഥവാ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുമായി ചേർന്നാണ് കിഫ്ബി ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇനി നമുക്ക് കുന്നത്തുനാട് മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാകുന്ന പ്രധാന പദ്ധതികളിലേക്ക് കടക്കാം. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് PV ശ്രീനിജനാണ്, കുന്നത്തുനാട് MLA. കേരളം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ ഇതുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നത്. അതിന് കാരണമായതാകട്ടെ കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ഇന്ന് കേരളത്തിലെ റോഡുകളും പാലങ്ങളും സ്കൂളുകളും എല്ലാം ഇത്ര മികച്ചതാകാൻ കാരണം കിഫ്ബിയുടെ പ്രവർത്തനങ്ങളാണ്. എൻ്റെ മണ്ഡലമായ കുന്നത്തുനാട്ടിൽ മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ്, നെല്ലാട് കിഴക്കമ്പലം റോഡ്, കടയിരിപ്പ് ഗവൺമെൻറ് ഹൈസ്കൂൾ, വാഴക്കുളം ഗവൺമെൻറ് ഹൈസ്കൂൾ, അങ്ങനെ തുടങ്ങിയ നിരവധി പദ്ധതികളാണ് കിഫ്ബി വഴി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. കിഫ്ബി വഴി നടപ്പിലാക്കിയ ആലുവ മൂന്നാർ റോഡ് എടുത്തു പറയേണ്ടതാണ്. കാരണം ഏകദേശം 1600 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആലുവ മൂന്നാർ റോഡിന് വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഏകദേശം 652 കോടി രൂപ ഇപ്പോൾ സ്ഥലം ഏറ്റെടുപ്പിന് വേണ്ടി മാത്രം അതിൻ്റെ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, കിംഫ്രയുടെ അകത്തുള്ള പെട്രോ കെമിക്കൽസ് പാർക്ക് 1500 കോടിയോളം രൂപ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. 950 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ മണ്ഡലത്തിൽ മാത്രം നടക്കുന്നത്. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് നല്ല പഠന നിലവാരം, ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനുമെല്ലാം ഈ കിഫ്ബി പദ്ധതി വഴി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ പദ്ധതിയും സൂക്ഷ്മമായിട്ടാണ് കിഫ്ബി നടപ്പിലാക്കുന്നത്. പൊതുജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ പദ്ധതി ആസൂത്രണം ചെയ്യുകയും അത് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുവാൻ കിഫ്ബി എപ്പോഴും തയ്യാറാകുന്നുണ്ട്. ഈ പദ്ധതികൾ വഴി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഏതൊരു നാടിൻ്റെയും വളർച്ചയുടെ നാഡീവ്യൂഹമാണ് അവിടുത്തെ റോഡുകൾ. കുന്നത്തുനാടിൻ്റെ കാര്യത്തിലും ഇത് വ്യത്യസ്തമല്ല. വർദ്ധിച്ചു വരുന്ന വാഹനപ്പെരുപ്പവും വ്യവസായ ആവശ്യങ്ങളും കാരണം പലപ്പോഴും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഈ മണ്ഡലത്തിൽ മികച്ച റോഡ് ശൃംഖല ഒരു അനിവാര്യതയാണ്. ഈ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കിഫ്ബി വലിയ നിക്ഷേപമാണ് റോഡ് വികസനത്തിനായി നടത്തുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡ് അഥവാ KRFB എന്ന ഏജൻസി വഴിയാണ് പ്രധാന റോഡ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡിന്റെ നവീകരണം. ഏകദേശം 11.5 കിലോമീറ്റർ വരുന്ന ഈ റോഡിന്റെ സമഗ്രമായ പുനരുദ്ധാരണത്തിനായി കിഫ്ബി അനുവദിച്ചത് 26 കോടി 30 ലക്ഷം രൂപയാണ്. ഇതിനോടകം 22 കോടി 38 ലക്ഷം രൂപ പദ്ധതിക്കായി കൈമാറിക്കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഈ റോഡ് പൂർണ്ണമായി തുറന്നു കൊടുക്കുന്നതോടെ ഈ മേഖലയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും, സമയലാഭമുണ്ടാകും.
മണ്ഡലത്തിലെ പ്രധാന വാണിജ്യ ജനവാസ കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റൊരു സുപ്രധാന പാതയാണ് മനയ്ക്കക്കടവ് കിഴക്കമ്പലം പട്ടിമറ്റം റോഡ്. ഈ റോഡിന്റെ നവീകരണത്തിനായി കിഫ്ബി അനുവദിച്ചിരിക്കുന്നത് 32 കോടി 50 ലക്ഷം രൂപയാണ്. ഇതിൽ 19 കോടി 68 ലക്ഷം രൂപ കൈമാറിക്കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ റോഡ് പൂർത്തിയാകുന്നത് കിഴക്കമ്പലം പട്ടിമറ്റം പോലുള്ള വ്യവസായ കേന്ദ്രങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കാനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവേകാനും സഹായിക്കും. ഇനി കുന്നത്തുനാട് മണ്ഡലത്തിലെ ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതികളിൽ ഒന്നിലേക്ക് വരാം. പെരുമ്പാവൂർ ആലുവ റോഡ് എറണാകുളം ജില്ലയിലെ തന്നെ പ്രധാന പാതകളിൽ ഒന്നാണിത്. ഈ റോഡിന്റെ സമഗ്രമായ നവീകരണത്തിനുള്ള വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അഥവാ DPR തയ്യാറാക്കുന്നതിനും തുടർ നിർമ്മാണത്തിനുമായി കിഫ്ബി നൽകിയിരിക്കുന്നത് 262 കോടി 60 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ്. തുകയുടെ വലിപ്പം സൂചിപ്പിക്കുന്നത് പോലെ അതീവ പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണിത്. ഈ പ്രധാന പാത അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് കുന്നത്തുനാട് വഴിയുള്ള ദീർഘദൂര യാത്രയ്ക്കും കൊച്ചി തുറമുഖത്തേക്കും വിമാനത്താവളത്തിലേക്കുമുള്ള ചരക്ക് നീക്കത്തിനും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ വലിയ പദ്ധതികൾക്ക് പുറമെ മണ്ഡലത്തിലെ മറ്റ് ചില പ്രധാന റോഡുകളും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. ചൂണ്ടി രാമമംഗലം റോഡ്, കിഴക്കമ്പലം പൂക്കാട്ടുപടി റോഡ് തുടങ്ങിയവയുടെ നവീകരണത്തിനുള്ള പദ്ധതി നിർദ്ദേശങ്ങളും സർക്കാരിന്റെയും കിഫ്ബിയുടെയും സജീവ പരിഗണനയിലാണ്. ഇവയ്ക്ക് അംഗീകാരം ലഭിക്കുന്നതോടെ കുന്നത്തുനാട്ടിലെ റോഡ് ഗതാഗതം കൂടുതൽ സുഗമവും കാര്യക്ഷമവുമാവും. മികച്ച റോഡുകൾക്കൊപ്പം തന്നെ ഒരു നാടിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് മുടങ്ങാത്ത കാര്യക്ഷമമായ വൈദ്യുതി വിതരണം. കുന്നത്തുനാട്ടിലെ വർദ്ധിച്ചു വരുന്ന വ്യവസായ ആവശ്യങ്ങളും ഗാർഹിക ഉപഭോഗവും കണക്കിലെടുക്കുമ്പോൾ ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്. എറണാകുളം ജില്ലയുടെ മൊത്തത്തിലുള്ള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്ന കിഫ്ബി പദ്ധതികളുടെ നേരിട്ടുള്ള പ്രയോജനം കുന്നത്തുനാടിനും ലഭിക്കുന്നുണ്ട്. KSEBLന്റെ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന കൊച്ചി ലൈൻസ് പാക്കേജിനായി ഏകദേശം 372 കോടി രൂപയുടെ പദ്ധതിക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. അതിൽ 353 കോടി രൂപ ഇതിനകം കൈമാറിക്കഴിഞ്ഞു. ഇത് ജില്ലയിലെ പ്രധാന ലൈനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു. 220 kV GIS പാക്കേജ് 1 ആലുവ, കാക്കനാട്, ബ്രഹ്മപുരം എന്നിവിടങ്ങളിൽ സ്ഥാപിക്കുന്ന ആധുനിക ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷനുകൾക്കായി കിഫ്ബി 224 കോടിയിലധികം രൂപ അനുവദിച്ചു. ഇതിൽ 164 കോടിയിലധികം രൂപ കൈമാറുകയും ചെയ്തു. ഈ സബ്സ്റ്റേഷനുകൾ പ്രവർത്തനക്ഷമമാകുന്നത് കുന്നത്തുനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലെ വൈദ്യുതി പ്രസരണ നഷ്ടം ഗണ്യമായി കുറയ്ക്കാനും വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനും വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇനി കുന്നത്തുനാടിന്റെ എന്തിന് കേരളത്തിന്റെ തന്നെ വ്യവസായ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ പോകുന്ന ഒരു സ്വപ്ന പദ്ധതിയെക്കുറിച്ച് പറയാം. അമ്പലമുകളിലെ കൊച്ചിൻ റിഫൈനറിയുടെ സാമീപ്യത്തിൽ യാഥാർത്ഥ്യമാകുന്ന പെട്രോ കെമിക്കൽ പാർക്ക്. ഈ ബൃഹത് പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുക എന്ന ഏറ്റവും നിർണായകമായ കടമ്പ കടക്കാൻ കിൻഫ്രയ്ക്ക് താങ്ങും തണലുമായി നിന്നത് കിഫ്ബിയാണ്. ഭൂമി ഏറ്റെടുക്കലിനായി മാത്രം കിഫ്ബി നൽകിയത് 977 കോടി 61 ലക്ഷം രൂപയാണ്. ഈ തുക പൂർണ്ണമായും കൈമാറി എന്നത് പദ്ധതി എത്ര വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. പാർക്ക് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പെട്രോളിയം ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്ലാസ്റ്റിക്, പോളിമർ, ഫാർമസ്യൂട്ടിക്കൽ, സ്പെഷ്യാലിറ്റി കെമിക്കൽ തുടങ്ങിയ നിരവധി വ്യവസായങ്ങൾക്ക് ഇവിടെ തുടക്കമാകും. ഇത് കുന്നത്തുനാട് മണ്ഡലത്തിലും സമീപ പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള അനുബന്ധ വ്യവസായ വളർച്ചയ്ക്കും വഴിയൊരുക്കും. ഏറ്റവും പ്രധാനമായി ആയിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇത് ഈ നാടിന്റെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു മുന്നേറ്റമാണ്.
റോഡുകൾക്കുമൊപ്പം നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ രംഗത്തും കിഫ്ബി അതിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ കിഫ്ബി നിർണായക പങ്കാണ് വഹിക്കുന്നത്. കൈറ്റ്, കില എന്നീ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന വിവിധ സ്കൂൾ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ കുന്നത്തുനാട് മണ്ഡലത്തിലെ നിരവധി സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എറണാകുളം ജില്ല ഉൾപ്പെടുന്ന വിവിധ ക്ലസ്റ്റർ പ്രൊജക്റ്റുകൾക്കായി കിഫ്ബി കോടിക്കണക്കിന് രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിലൂടെ സ്കൂളുകൾക്ക് ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക സയൻസ് ലാബുകൾ, കമ്പ്യൂട്ടർ ലാബുകൾ, പുതിയ കെട്ടിടങ്ങൾ, ശുചിമുറികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം നൽകാനും ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും സഹായിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിനും നൈപുണ്യ വികസനത്തിനും കിഫ്ബി പ്രാധാന്യം നൽകുന്നു. പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സംസ്ഥാനത്തെ താലൂക്ക്, ജില്ലാ ആശുപത്രികളെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് കിഫ്ബി 236 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 108 കോടിയിലധികം രൂപ കൈമാറിക്കഴിഞ്ഞു. ഈ സംസ്ഥാന വ്യാപക പദ്ധതിയുടെ പ്രയോജനം കുന്നത്തുനാട് മണ്ഡലത്തിലെ പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ലഭിക്കും. ഇത് അടിയന്തര ഘട്ടങ്ങളിൽ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാൻ സഹായിക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ ലോകത്ത് യുവജനങ്ങൾക്ക് ആവശ്യമായ നൈപുണ്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. അതിനായി കെ-ഡിസ്ക് ആവിഷ്കരിച്ച സ്കിൽ ഇക്കോസിസ്റ്റം വികസന പദ്ധതിക്ക് കിഫ്ബി 27.5 കോടി രൂപയുടെ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് കുന്നത്തുനാട്ടിലെ യുവതലമുറയ്ക്ക് പുതിയ തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം നേടാനും മികച്ച തൊഴിലവസരങ്ങൾ കണ്ടെത്താനും സഹായിക്കും. അപ്പോൾ ഈ കണക്കുകളെല്ലാം ഒന്ന് കൂട്ടി നോക്കുമ്പോൾ കുന്നത്തുനാട് മണ്ഡലത്തിൽ കിഫ്ബി നടത്തുന്ന നിക്ഷേപം ചെറുതല്ലെന്ന് മനസ്സിലാക്കാം. റോഡ് വികസനത്തിനായി മാത്രം 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ പുരോഗമിക്കുന്നു, അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. പെട്രോ കെമിക്കൽ പാർക്കിന്റെ ഭൂമി ഏറ്റെടുക്കലിനായി മാത്രം 1000ഓളം കോടി രൂപ. ഊർജം, വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിലെ സംസ്ഥാന ജില്ലാതല പദ്ധതികളുടെ വിഹിതവും കൂടി ചേരുമ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി ഫണ്ടിങ്ങിലൂടെ കുന്നത്തുനാട്ടിലേക്കും അതിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലേക്കുമായി എത്തുന്നത്. ഇത് കേവലം ഒരു കണക്കല്ല, മറിച്ച് കുന്നത്തുനാടിന്റെ ഭാവിയെ പുനർനിർവചിക്കാനും അടുത്ത തലമുറയ്ക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കാനുമുള്ള വലിയ നിക്ഷേപമാണ്. ഈ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആത്യന്തികമായി ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ അവരുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയെല്ലാമാണ് ഗുണകരമാകാൻ പോകുന്നത് നമുക്ക് നോക്കാം. നല്ല റോഡുകൾ യാത്ര എളുപ്പമാക്കും, യാത്രാ സമയം കുറയ്ക്കും, വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി ചെലവ് കുറയും, അപകടങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. പെട്രോ കെമിക്കൽ പാർക്ക് പോലുള്ള വൻകിട പദ്ധതികൾ പുതിയ തൊഴിലവസരങ്ങളുടെ ഒരു ലോകം തന്നെ തുറന്നിടും. ചെറുപ്പക്കാർക്ക് സ്വന്തം നാട്ടിൽ തന്നെ മികച്ച ജോലി നേടാൻ അവസരമുണ്ടാകും. തടസ്സമില്ലാത്ത വൈദ്യുതി ജീവിതം സുഗമമാക്കും. കച്ചവട സ്ഥാപനങ്ങൾക്കും വ്യവസായ യൂണിറ്റുകൾക്കും ഇത് വലിയ അനുഗ്രഹമാകും. ആധുനിക സൗകര്യങ്ങളുള്ള സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കും. മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ തുണയാകും. ഇവയെല്ലാം ചേർന്ന് കുന്നത്തുനാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും നാടിന് പുത്തൻ ഉണർവ് നൽകാനും സഹായിക്കും. കിഫ്ബിയുടെ പിന്തുണയോടെ കുന്നത്തുനാട് വികസനത്തിന്റെ ഒരു പുതിയ പാതയിലാണ്. ഇപ്പോൾ ആരംഭിച്ച പദ്ധതികളെല്ലാം സമയബന്ധിതമായി ഗുണമേന്മയോടെ പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനം. അതോടൊപ്പം പരിഗണനയിലുള്ള മറ്റ് റോഡ് പദ്ധതികൾക്ക് വേഗത്തിൽ അനുമതി ലഭ്യമാക്കാനുമുള്ള ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. പെട്രോ കെമിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ അനുബന്ധ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അതുവഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ പരമാവധി ഈ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ ലഭ്യമാക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വികസന മുന്നേറ്റം സുസ്ഥിരവും നാടിൻ്റെ പ്രകൃതിക്ക് ഇണങ്ങിയതുമാകണം. ചുരുക്കത്തിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പ്രത്യേകിച്ച് റോഡ്, വ്യവസായം, ഊർജം എന്നീ സുപ്രധാന മേഖലകളിൽ കിഫ്ബി കുന്നത്തുനാട് മണ്ഡലത്തിന് നൽകുന്നത് അതിശക്തമായ ഒരു പിന്തുണയാണ്. ഈ പദ്ധതികൾ പൂർണ്ണമായി യാഥാർത്ഥ്യമാകുന്നതോടെ കുന്നത്തുനാട് എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ചലനാത്മകമായ വളർച്ചാ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല. 3 ആറുകൾ സംഗമിക്കുന്ന നാട്, എറണാകുളം ജില്ലയുടെ കിഴക്കൻ കവാടം,
ചരിത്രവും പാരമ്പര്യവും പേർന്ന കാർഷിക വ്യാപാര രംഗങ്ങളിൽ തങ്ങളുടേതായ ഇടം നേടിയ ഒരു ജനതയുടെ സ്വന്തം നാട്. അതാണ് മൂവാറ്റുപുഴ. വളർച്ചയുടെ പുതിയ പടവുകൾ കയറാൻ വെമ്പുന്ന ഈ നാടിന് അതിനെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയേ തീരൂ. വികസനത്തിലേക്കുള്ള യാത്രയിൽ ഏതൊരു നാടിനും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നല്ല റോഡുകൾ. ശുദ്ധമായ കുടിവെള്ളം, മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ഊർജ്ജ സുരക്ഷ, യുവതലമുറയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന കായിക നൈപുണ്യ വികസന പദ്ധതികൾ എന്നിവയെല്ലാം. ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ സംസ്ഥാന സർക്കാരിൻ്റെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി മൂവാറ്റുപുഴയ്ക്ക് എങ്ങനെയാണ് ഒരു കൈത്താങ്ങാകുന്നത്? നമുക്ക് വിശദമായി നോക്കാം. എന്താണ് കിഫ്ബി? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് വലിയ മുതൽ മുടക്ക് ആവശ്യമുള്ള നാളേക്ക് വേണ്ടിയുള്ള വികസന പദ്ധതികൾക്ക്, അതായത് കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന റോഡുകൾ, പാലങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, സ്കൂളുകൾ, കുടിവെള്ള പദ്ധതികൾ, സ്റ്റേഡിയങ്ങൾ പോലുള്ളവയ്ക്ക് സാധാരണ ബജറ്റിന്റെ പരിമിതികൾ മറികടന്ന് പുറത്തുനിന്ന് പണം കണ്ടെത്തി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക സാമ്പത്തിക സംവിധാനമാണ് കിഫ്ബി. വിവിധ സർക്കാർ ഏജൻസികളുമായി, അതായത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുമായി ചേർന്നാണ് കിഫ്ബി ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇനി മൂവാറ്റുപുഴ മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ടിങ്ങോടെ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ പരിഗണനയിലുള്ള പ്രധാന പദ്ധതികളിലേക്ക് കടക്കാം. സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ പ്രവർത്തികൾ നടത്തുന്ന സ്ഥാപനമാണല്ലോ കിഫ്ബി. എന്നാൽ മൂവാറ്റുപുഴയിൽ വളരെ പരിമിതമായ വർക്കുകൾ മാത്രമാണ് കിഫ്ബിയുടെ ഭാഗമായുള്ളത്. മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട ഏകദേശം 2 കിലോമീറ്റർ താഴെയുള്ള ഒരു റോഡ് നഗരം 4 വരിയാക്കുന്ന പ്രക്രിയ നടന്നു വരുന്നുണ്ട്. ആ പണി പുരോഗമിക്കുന്നുണ്ട്. അതുകൂടാതെ മൂവാറ്റുപുഴ നഗരത്തിന് ആവശ്യമായ ഒരു മുറിക്കൽ ബൈപ്പാസ്, അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള പണികൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂവാറ്റുപുഴയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റേഡിയത്തിൻ്റെ നവീകരണം, ചന്ദ്രശേഖരൻ നായർ ഇൻഡോർ സ്റ്റേഡിയം എന്ന നിലയിലുള്ള പദ്ധതിയുടെ ടെൻഡർ പൂർത്തീകരിച്ച് പണി തുടങ്ങാനിരിക്കുന്നു. ഇതാണ് 3 പദ്ധതികൾ. കഴിഞ്ഞ ടൈമിൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അനുവദിച്ച 5 കോടി ഉപയോഗിച്ച് പേഴക്കാപ്പള്ളി സ്കൂളിൻ്റെ ഒരു നവീകരിച്ച കെട്ടിടം കൂടി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. മൂവാറ്റുപുഴയുടെ ഹൃദയഭാഗത്ത് പലപ്പോഴും അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുക എന്നത് നാടിൻ്റെ ഏറെക്കാലമായുള്ള ആവശ്യമാണ്. ഒപ്പം പ്രധാന റോഡുകൾ മെച്ചപ്പെടുത്തുന്നതും യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കും. ഈ രംഗത്ത് കിഫ്ബി നൽകുന്ന ഊന്നൽ വളരെ വലുതാണ്. കേരള റോഡ് ഫണ്ട് ബോർഡ് അഥവാ KRFB എന്ന ഏജൻസി വഴിയാണ് പ്രധാന റോഡ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൂവാറ്റുപുഴ ടൗൺ ബൈപ്പാസ് അഥവാ മുറിക്കല്ല് ബൈപ്പാസ്. നഗരത്തിന് പുറത്തുകൂടി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വഴിയൊരുക്കുന്ന ഈ സ്വപ്ന പദ്ധതിക്കായി കിഫ്ബി അനുവദിച്ചത് 109,99 ലക്ഷം രൂപയാണ്. ഇതൊരു ചെറിയ തുകയല്ല. പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇതിനോടകം 57 കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൈമാറിക്കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന ഈ ബൈപ്പാസ് പൂർത്തിയാകുന്നതോടെ മൂവാറ്റുപുഴ ടൗണിലെ ഗതാഗത കുരുക്കിന് വലിയൊരളവിൽ ശാശ്വത പരിഹാരമാകും. മൂവാറ്റുപുഴയെ തെക്കൻ കേരളവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം റോഡ്. ഈ റോഡിന്റെ 15.6 കിലോമീറ്റർ ദൂരം സമഗ്രമായി നവീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി കിഫ്ബി നൽകിയിരിക്കുന്നത് 450 കോടി 33 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ്. സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട റോഡ് വികസന പദ്ധതികളിൽ ഒന്നാണിത്. നിലവിൽ 50 ലക്ഷം രൂപ പ്രാരംഭ നടപടികൾക്കായി കൈമാറിയിട്ടുണ്ട്. ഈ റോഡ് പൂർണ്ണമായി നവീകരിക്കുന്നത് സുരക്ഷിതത്വവും വേഗതയേറിയതുമായ യാത്ര ഉറപ്പാക്കും. ഒപ്പം വാണിജ്യപരമായ മുന്നേറ്റത്തിനും ഇത് സഹായമാകും. കിഫ്ബിയുടെ വലിയൊരു നിക്ഷേപമാണിത്. ടൗണിന്റെ മുഖച്ഛായ മാറ്റുന്ന മറ്റൊരു പദ്ധതിയാണ് മൂവാറ്റുപുഴ ടൗൺ ഭാഗത്തെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ പേട്ട റോഡ് വരെയുള്ള ഭാഗത്തിന്റെ വികസനം. ഇതിനായി 45 കോടി 59 ലക്ഷം രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. ഇതിൽ 14 കോടി 54 ലക്ഷം രൂപ കൈമാറിക്കഴിഞ്ഞു. പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇത് ടൗണിലെ ഗതാഗതം സുഗമമാക്കുന്നതിനൊപ്പം നഗര സൗന്ദര്യവൽക്കരണത്തിനും സഹായിക്കും. ഒരു പ്രധാന പദ്ധതിയാണ് മൂവാറ്റുപുഴ കാക്കനാട് റോഡ് 4 വരി പാതയായി വികസിപ്പിക്കുക എന്നത്. കൊച്ചി ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്ന ഈ പദ്ധതി നിലവിൽ കിഫ്ബിയുടെ പരിഗണനയിലാണ്.
ഇതിന് അംഗീകാരം ലഭിച്ചാൽ അത് മൂവാറ്റുപുഴയുടെ വികസനത്തിൽ മറ്റൊരു നാഴികക്കല്ലാകും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. പൊതുജന ആരോഗ്യ രംഗത്ത് കിഫ്ബി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഇടപെടലുകളുടെ പ്രയോജനം മൂവാറ്റുപുഴയ്ക്കും ലഭിക്കുന്നുണ്ട്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ KMSCL വഴിയാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഡയാലിസിസ് സെന്ററുകൾ. വർദ്ധിച്ചു വരുന്ന വൃക്ക രോഗികൾക്ക് ആശ്വാസമായി സംസ്ഥാനത്തുടനീളം ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്കായി കിഫ്ബി 50,96,00,000 രൂപ അനുവദിച്ചതിൽ 66,32,00,000 രൂപ ഇതിനകം കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള സേവനങ്ങൾ മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ രോഗികൾക്ക് ഏറെ സഹായമാകും. ഐസൊലേഷൻ വാർഡുകൾ. കോവിഡ് പോലുള്ള മഹാമാരികൾ നൽകിയ പാഠം ഉൾക്കൊണ്ട് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ 140 നിയോജക മണ്ഡലങ്ങളിലെയും പ്രധാന ആശുപത്രികളിൽ 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന ബൃഹത് പദ്ധതിക്ക് കിഫ്ബി 236,30,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ 108,49,00,000 രൂപ കൈമാറിക്കഴിഞ്ഞു. മൂവാറ്റുപുഴയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ഇത് കൂടുതൽ കരുത്ത് പകരും. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ശുദ്ധജലം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വാട്ടർ അതോറിറ്റി അഥവാ KWA വഴി കിഫ്ബി നിരവധി കുടിവെള്ള പദ്ധതികൾക്ക് സഹായം നൽകുന്നു. മൂവാറ്റുപുഴയിൽ 2 പ്രധാന പദ്ധതികളാണ് ഈ ഘട്ടത്തിലുള്ളത്. പാങ്ങോട്ടൂർ പഞ്ചായത്ത് കുടിവെള്ള പദ്ധതി. ഈ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിക്കായി 28,81,00,000 രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 34,00,000 രൂപ കൈമാറിയിട്ടുണ്ട്. മൂവാറ്റുപുഴ PS സർക്കിൾ പദ്ധതി. ജലവിതരണ ശൃംഖല മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിക്ക് 17,70,00,000 രൂപ അനുവദിച്ചതിൽ 1,50,00,000 രൂപ കൈമാറി. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് വലിയൊരളവിൽ പരിഹാരമാകും. അടിസ്ഥാന സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അന്തസ്സായ സംസ്കാര ചടങ്ങുകൾക്കുള്ള സൗകര്യം. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ആധുനിക രീതിയിലുള്ള ഒരു ഗ്യാസ് ശ്മശാനം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി ഇംപാക്ട് കേരള ലിമിറ്റഡ് എന്ന ഏജൻസി വഴി കിഫ്ബിയുടെ പരിഗണനയിലാണ്. ഒരു സമൂഹത്തിന്റെ അടിത്തറ. നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബി വലിയ നിക്ഷേപമാണ് നടത്തുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് വഴി നടപ്പിലാക്കുന്ന എറണാകുളം ക്ലസ്റ്റർ ഫേസ് 2 പദ്ധതിക്കായി 44,84,00,000 രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. ഇതിൽ 33,95,00,000 രൂപ കൈമാറിക്കഴിഞ്ഞു. മൂവാറ്റുപുഴ മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് ഹൈടെക് ക്ലാസ് മുറികൾ, ലാബുകൾ, മറ്റ് ആധുനിക സൗകര്യങ്ങൾ എന്നിവ ലഭ്യമാക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യുവജനങ്ങൾക്ക് പുതിയ കാലത്തിനനുസരിച്ചുള്ള തൊഴിൽ നൈപുണ്യം നൽകേണ്ടത് നാടിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. വർക്ക് നിയർ ഹോം പോലുള്ള ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്കിൽ ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനുമായി കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ KDISC നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കിഫ്ബി 27,50,00,000 രൂപയുടെ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിന്റെ പ്രയോജനം മൂവാറ്റുപുഴയിലെ യുവതലമുറയ്ക്ക് ലഭിക്കും. മൂവാറ്റുപുഴയുടെ കായിക ചരിത്രത്തിലെ തിളക്കമാർന്ന ഏടാണ് ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന്റെ നാമോദയത്തിൽ നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ ഒരു ഇൻഡോർ സ്റ്റേഡിയം മൂവാറ്റുപുഴയിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഈ അഭിമാന പദ്ധതിക്കായി കിഫ്ബി 44,22,00,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർവഹണ ഏജൻസി. നിലവിൽ തുകയൊന്നും കൈമാറിയിട്ടില്ലെങ്കിലും പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു എന്നത് വലിയൊരു ചുവടുവയ്പ്പാണ്. ഈ സ്റ്റേഡിയം പൂർത്തിയാകുന്നതോടെ വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നേടാൻ മികച്ച സൗകര്യമാണ് ഒരുങ്ങുന്നത്. നാടിന്റെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ തടസ്സമില്ലാത്ത വൈദ്യുതി അനിവാര്യമാണ്. ജില്ലയുടെ മൊത്തത്തിലുള്ള വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി KSEBL ട്രാൻസ്ഗ്രിഡ് നടപ്പിലാക്കുന്ന DIS സബ്സ്റ്റേഷൻ പാക്കേജ് 1 പദ്ധതിക്ക് കിഫ്ബി 141,54,00,000 രൂപ അനുവദിച്ചതിൽ 131,65,00,000 രൂപ കൈമാറിക്കഴിഞ്ഞു. ഈ പദ്ധതിയുടെ ഗുണഫലം മെച്ചപ്പെട്ട വൈദ്യുതി വിതരണമായി മൂവാറ്റുപുഴയ്ക്കും ലഭിക്കും. അപ്പോൾ ഈ പദ്ധതികളെല്ലാം ചേർത്ത് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? റോഡ് വികസനത്തിന് മാത്രം ഏകദേശം 600 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി മൂവാറ്റുപുഴയിൽ ഭരണാനുമതി നൽകിയിട്ടുള്ളത്. ആരോഗ്യം, കുടിവെള്ളം, വിദ്യാഭ്യാസം, കായികം, ഊർജം എന്നീ മേഖലകളിലെല്ലാം കൂടി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെ മൂവാറ്റുപുഴയിലേക്ക് എത്തുന്നത്.
ഇതിൽ പല പദ്ധതികൾക്കും വലിയൊരു തുക ഇതിനകം കൈമാറിക്കഴിഞ്ഞു. നിർമ്മാണം പുരോഗമിക്കുന്നു. ചിലത് അംഗീകാരം ലഭിച്ച് നിർമ്മാണം ആരംഭിക്കാനിരിക്കുന്നു. മറ്റു ചിലത് പരിഗണനയുടെ ഘട്ടത്തിലാണ്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് മൂവാറ്റുപുഴയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളിലേക്കാണ്. ഈ കോടികളുടെ നിക്ഷേപം കേവലം കണക്കുകളല്ല. ഇത് മൂവാറ്റുപുഴയിലെ ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഗതാഗത കുരുക്കില്ലാത്ത റോഡുകൾ, മികച്ച യാത്രാനുഭവം, എളുപ്പത്തിൽ ലഭ്യമാകുന്ന ആരോഗ്യ സേവനങ്ങൾ, മുടങ്ങാത്ത ശുദ്ധജല വിതരണം, ആധുനിക സൗകര്യമുള്ള സ്കൂളുകൾ, കായിക പരിശീലനത്തിന് മികച്ച വേദി, ഇവയെല്ലാം നാടിൻ്റെ പുരോഗതിയുടെ, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൻ്റെയും സൂചനകളാണ്. കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ മൂവാറ്റുപുഴ വികസനത്തിൻ്റെ പുതിയ പാതയിലൂടെ മുന്നേറുകയാണ്. ഈ പദ്ധതികളെല്ലാം സമയബന്ധിതമായും ഏറ്റവും മികച്ച ഗുണനിലവാരത്തിലും പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പരിഗണനയിലുള്ള പദ്ധതികൾക്ക് വേഗത്തിൽ അംഗീകാരം ലഭിക്കട്ടെ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ കുതിച്ചുചാട്ടം മൂവാറ്റുപുഴയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയമില്ല. ഈ വികസന യാത്രയ്ക്ക് എല്ലാ ആശംസകളും. മൂവാറ്റുപുഴയിലെ കിഫ്ബി പദ്ധതികളെക്കുറിച്ചുള്ള ഈ വിവരണങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.